എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ വൈകാതെ EPFO 3.0 വേർഷൻ തുടങ്ങുമെന്ന് തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. എന്താണിത്? ATM സൗകര്യമടക്കം ബാങ്കുകൾക്ക് സമാനമായ സേവനങ്ങൾ, അപേക്ഷകൾ പ്രകാരം അതിവേഗ ഫണ്ട് ട്രാൻസ്ഫർ നടപടി, വിരമിച്ചവർക്കായി കൂടുതൽ സൗകര്യങ്ങൾ, എവിടെ നിന്നും ഏത് സമയവും പണം പിൻവലിക്കാവുന്ന സംവിധാനം തുടങ്ങിയവയാണ് ഉദ്ദേശിക്കുന്നത്. ബംഗളൂരു വിമാനത്താവളത്തിലേക്ക് മെട്രോ റെയിൽ നീട്ടാനുള്ള പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ. സർക്കാർ ഉടമസ്ഥതയിൽ OTT പ്ലാറ്റ്ഫോം തുടങ്ങും. സിനിമാ ടിക്കറ്റിന് 200 രൂപയിൽ കൂടുതൽ വില വാങ്ങാൻ പാടില്ല. ഇതാദ്യമായി 4 ലക്ഷം കോടി രൂപ കടന്ന ബജറ്റാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവതരിപ്പിച്ചത്. സ്നാക്സ് മേഖലയിൽ രാജാവായ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിന്റെ CEO രാജ്നീത് സിംഗ് കോഹ്ലി രാജിവെച്ചു. കമ്പനിക്ക് പുറത്ത് പുതിയ സാധ്യതകൾ തേടുകയാണ് ലക്ഷ്യം. മാർച്ച് 14 ചുമതലയൊഴിയും. പകരക്കാരനെ ബ്രിട്ടാനിയ പ്രഖ്യാപിച്ചിട്ടില്ല. ഗൂഗിൾ സഹസ്ഥാപകൻ ലാറി പേജ് നിർമ്മിത ബുദ്ധി മേഖലയിൽ പുതിയ സ്ഥാപനം തുടങ്ങുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷൻസിനുള്ള സ്ഥാപനത്തിന്റെ പേര് ഡൈനാറ്റോമിക്സ്. കിറ്റി ഹോക്ക് എന്ന ഇലക്ട്രിക് എയർപ്ലെയിൻ സ്റ്റാർട്ടപ്പിന്റെ ചീഫ് ടെക്നോളജി ഓഫീസറായിരുന്ന ക്രിസ് ആൻഡേഴ്സൺ ടീമിനെ നയിക്കും. ആയിരക്കണക്കിന് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകരെ കബളിപ്പിച്ചതിന് വേൾഡ് ട്രേഡ് സെന്റേഴ്സ് ഗ്രൂപ്പ് പ്രൊമോട്ടർ ആശിഷ് ഭല്ലയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. നിക്ഷേപത്തിന് നിശ്ചിത ലാഭം വാഗ്ദാനം ചെയ്ത് സമാഹരിച്ച പണം നിരവധി നിഴൽ കമ്പനികളിലേക്ക് WTC ഗ്രൂപ്പ് മാറ്റിയെന്നാണ് കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള കേസിൽ ED പറയുന്നത്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.